എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ സ്റ്റോറി എന്ന് വെച്ചാൽ കണ്ണൻ വിളിക്കുവാണ് മേഘനെ. എടാ നീ എവിടാടാ, നിൻ്റെ വിവരമൊന്നുമില്ലല്ലോ. അപ്പോൾ പറയുക, ഞാൻ പൂവാറിലൊരു റിസോർട്ടിൽ, ആയുർവേദ റിസോർട്ടിൽ ഇത്തിരി തിരുമ്മലും ഒഴിച്ചിലും ഒക്കെ ആയിട്ട് വന്ന് കിടക്കുവാന്ന്. അപ്പോൾ കണ്ണൻ ചോദിക്കുവാണ്, ഏത് റിസോർട്ടില്ല, എനിക്കറിയാവുന്ന റിസോർട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ, അതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, നിനക്കറിയത്തില്ല എന്ന് കള്ളത്തരം പറയുക. മഹാലക്ഷ്മി ഇന്നും വന്ന് നിന്നെ കാണാൻ വേണ്ടി, എന്നിട്ട് ഭയങ്കര വിഷമത്തിലാണ് മഹാലക്ഷ്മി തിരിച്ചു വന്നത്. നീ എന്താണെന്ന് നീ വീട്ടിൽ വരുമ്പം വിളിക്കണം. അപ്പം മേഘം പറയുക, ഞാൻ വീട്ടിൽ വരുമ്പം വിളിക്കാം, നീ വരുമ്പം വിളിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടും കാണണമെന്ന് പറയുക. അങ്ങനെ ഫോൺ വെക്കുവാണ്. അപ്പോൾ പുറകെ സ്വാതി നിൽപ്പുണ്ട്. സ്വാതി അപ്പം മേഘനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഏട്ടൻ എന്തിനാ കള്ളത്തരം പറഞ്ഞത്, വീട്ടിലല്ലേ ഏട്ടൻ, പിന്നെ എന്തിനാ പൂവാറ് റിസോർട്ടിൽ നിന്ന് പറഞ്ഞത്, അത് നിനക്കറിയത്തില്ല മോളെ, ആളത്ര ശരിയൊന്നുമല്ല, അവളും ഏട്ടനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നേരത്തെ. അപ്പം മേഘൻ പറയുക, ആൾ ശരിയല്ലെന്നില്ല നിന്നോട് പറഞ്ഞത്, അവൾ ശരിയല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചെങ്കിൽ അവളല്ലേ ഏട്ടനെ ഭയക്കേണ്ടത്, ഇതിപ്പോൾ ഏട്ടൻ അവളെ കാണുമ്പോഴാണല്ലോ ഓടുന്നത്. സ്വാതി ചോദിക്കുവാണ് മേഘനോട്. അപ്പം മേഘൻ പറയുവാണ്, അവൾ ഒന്നാമതേ ശരിയല്ല, രണ്ടാമത്തെ കാര്യം എങ്ങനെയെങ്കിലും അവളെയും കണ്ണൻ തമ്മിൽ തെറ്റിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽപ്പില്ല മോളെ. ഞാനിപ്പം മഞ്ജുനെ കെട്ടിയെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല, എല്ലാം അവൾ പറയുന്ന പോലെ അവൻ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ തെറ്റിക്കണം, അതിനുള്ളൊരു വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ ഒരുത്തന്നെ ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് മേഘൻ സ്വാതിയോട് പറയുവാണ്. ആണെങ്കിൽ ഒരുങ്ങി ഇറങ്ങി വരുവാണ്. അപ്പം ദുർഗ ചോദിക്കുക, നീ എവിടെ പോവാ മോളെ, ഞാൻ വീട്ടിൽ പോവാ അമ്മേ. അപ്പോൾ ദുർഗ പേടിക്കുക, മോളെ നീ വഴക്കുണ്ടാക്കി പോവാണോ. അപ്പോൾ കരുണ പറയുക, അല്ല അമ്മേ, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയല്ല പോകുന്നത്, വിഷു അല്ലേ, ഞാൻ എൻ്റെ ഒന്ന് വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നൊക്കെ പറയുക. അങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പം ആരോ കാറി വരുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയും കണ്ണനുമാണ് വരുന്നത്. ഇവരോർത്ത് പ്രതാപൻ വിളിക്കാൻ വരുമെന്ന് കരുണ പറഞ്ഞു, അച്ഛൻ ഇപ്പം വരുമെന്ന്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെ മഹാലക്ഷ്മിയോട് ചോദിക്കുവാണ്, നീ എവിടെ പോവാ കരുണയും ചോദിക്കും. അപ്പോൾ പറയാം, ഞാൻ വീട്ടിൽ പോവാ, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. നല്ല കണി കാണണം, എനിക്ക് മുത്തശ്ശിയുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. നിന്നെ കാണാതെ പോവാന്നാണ് വിചാരിച്ചത്, എന്തായാലും കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുവാണ് മഹാലക്ഷ്മിയെ. അപ്പം കണ്ണൻ പറയുവാണ്, കരുണ പോന്നെങ്കിൽ പൊയ്ക്കോ, എനിക്ക് എൻ്റെ ഭാര്യയുടെ മുഖം കാണുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് കരുണ പൊയ്ക്കോ കരുണയുടെ വീട്ടിൽ എന്നൊക്കെ പറയുക. എന്നിട്ട് കരുണൻ പറയുവാണ്, എൻ്റെ അമ്മ പോയ പിന്നെ നല്ലൊരു കണി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ദുർഗ ചോദിക്കും, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്, ഞാനല്ലേ നിനക്ക് കണിയൊക്കെ കാണിച്ചു തരുന്നത്, അമ്മ 6-7 മണിയാകുമ്പോൾ വന്ന് കണി കാണിച്ചിട്ട് എന്തോ കാണിക്കാനാ, അതിനു മുമ്പ് ഞാൻ എല്ലാവരെയും കാണത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുക. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രതാപൻ വരുന്നുണ്ട്. പ്രതാപൻ വന്നിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറയുക, എല്ലാവരും വീട്ടിലോട്ട് വരണം, കണ്ണനെ മഹാലക്ഷ്മിയെ ഒഴിച്ചിട്ട് ഉണ്ണിക്കുട്ടൻ വരണം വീട്ടിലോട്ട്, ദുർഗേച്ചിയും മഞ്ജുമോളും എല്ലാവരും വരണം. അപ്പോൾ ദുർഗ പറയുക, അയ്യോ ഞങ്ങൾ വരത്തില്ല, ഇവിടെ വലിയ വിഷുവിൻ്റെ ആഘോഷമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറയും. അത് പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്യുവാണ് പ്രതാപൻ ഉണ്ണിയേയും ദുർഗയും മഞ്ജുവിനെ. അവിടെ കണ്ണനും മഹാലക്ഷ്മി നിപ്പുണ്ടോയെന്ന് പോലും നോക്കുന്നില്ല. എന്നിട്ട് പറയുവാണ്, എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കാണെങ്കിൽ എന്നും കണി എൻ്റെ മോളെ കാണണം, എൻ്റെ മോളുടെ ഫേസ് കാണുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം, ഇവളുടെ ഈ ലക്ഷ്മിയുടെ ഫേസ് കാണുന്ന എനിക്ക് താല്പര്യമേ ഇല്ല. ആ സമയം രാവിലെ ആകുമ്പോൾ ഞാൻ പറയും ഇവളോട് അമ്പലത്തിലോട്ടോ എങ്ങോട്ടെങ്കിലും പോകാൻ പറയും. ഇവളുടെ അമ്മയാണെങ്കിൽ എന്നും ഇവളുടെ മുഖം കണ്ട് അവസാനം ഇവളുടെ അച്ഛൻ തന്നെ ആദ്യമേ തട്ടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുവാണ് പ്രതാപൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ കാണണം, ഇവളെ എനിക്ക് കാണാനേ താല്പര്യമില്ല, എനിക്കും എൻ്റെ അമ്മയ്ക്കും കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുവാണ്. അപ്പോൾ കണ്ണനാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇനിയും അടുത്ത വർഷം നമുക്കൊരു ഉണ്ണിക്കണ്ണനും കൂടെ വരുമല്ലോ. അപ്പം ദുർഗ ചോദിക്കാതെ ഉണ്ണിക്കണ്ണനാണെന്ന് തീരുമാനിച്ചോ. അതെന്തായാലും എൻ്റെ മോക്ക് ആദ്യമേ ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ മയിൽപ്പീലിയൊക്കെ ചാർത്തി ഉണ്ണിക്കണ്ണനെ ഒരുക്കി നിർത്തും വിഷുവിന്. ഇനി എല്ലാ വർഷങ്ങളും എൻ്റെ മോളുടെ കൊച്ചായിരിക്കും ഉണ്ണിക്കണ്ണനായിട്ട് ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര തള്ളാണ്. അപ്പം പറയുവാണ്, അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും എല്ലാം തികഞ്ഞൊരു മരുമകനായ കണ്ണേട്ടനെ കിട്ടിയില്ലേ അമ്മയ്ക്കെന്നൊക്കെ പറയുവാണ് കരുണ. അപ്പം കണ്ണൻ പറയുവാണ്, ഞാൻ അത്ര എല്ലാം തികഞ്ഞതൊന്നുമല്ല, പക്ഷേ എല്ലാം തികഞ്ഞൊരു മരുമോനെ കിട്ടിയല്ലോ, അതായത് പ്രതാപനും കിട്ടിയല്ലോ എന്നും പറഞ്ഞ് കളിയാക്കുവാണ് തിരിച്ചും കണ്ണന്. എന്നിട്ട് പറയുവാണ്, അതെ എനിക്കും എൻ്റെ അമ്മോക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ മനസ്സ് നന്നായതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ കൂട്ട് നല്ലൊരു തന്നെ കിട്ടിയെന്നൊക്കെ പറയുവാണ്.
എന്നെ പ്രതാപനും കരുണയും യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പം ഇത്രയും കേട്ട കണ്ണന് ഒന്ന് നിന്നേന്ന് പറയുക. അപ്പം പ്രതാപനും കരുണൻ തിരിഞ്ഞു നോക്കുക. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭാര്യയുടെ ഫേസ് കാണുന്നതാണ് എനിക്ക് എൻ്റെ മരണം വരെയും സന്തോഷം. അയാളുടെ ഫേസ് കണ്ടിട്ട് വിഷുവിൻ്റെ അന്ന് രാവിലെ ആ ഡേ തുടങ്ങണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ മോക്ക് കൊച്ചൊക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. കരുണയുടെ സ്വഭാവമാണെങ്കിൽ ആ കൊച്ചു നാടിനും വീടിനും ഒക്കെ ആപത്താണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശിയും കൂടാണ് ആ കൊച്ചിനെ വളർത്തുന്നതെങ്കിൽ കരുണയെക്കാളും വലിയൊരു പ്രശ്നക്കാരിയോ പ്രശ്നക്കാരനോ ആയിട്ടായിരിക്കും ആ കൊച്ചു വളരുന്നതെന്നൊക്കെ പറയുവാണ്. ഉടനെ പ്രതാപനും കരുണയ്ക്കും നല്ല അടിയായി. അപ്പോൾ കരുണ പറയുക, വാ അച്ഛാ നമുക്ക് പോവാം, എന്തിനാ ഇങ്ങനത്തെ ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കുന്നതെന്ന്. അങ്ങനെ പ്രതാപൻ പറയുക, ശരി എന്നാൽ പോട്ടെ കണ്ണച്ചാരെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്കിയിട്ട് പോവാണ്. അങ്ങനെ മഹാലക്ഷ്മിയും ഇവരങ്ങ് പോയി കഴിയുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ദുർഗ പറയുവാണ് ഉണ്ണിയോട്, ഉണ്ണി ഈ കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ നാക്ക് നിയന്ത്രിച്ചോണം, അല്ലെങ്കിൽ ഈ മണ്ടൻ നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുവാണ്. എന്നിട്ട് മഹാലക്ഷ്മി കണ്ണനും കൂടെ കയറി പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് തൻ്റെ ഫേസ് കണ്ടാൽ മതി എന്നൊക്കെ പറയുക. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് വേണ്ട കണ്ണേട്ട, ഉണ്ണിക്കണ്ണനെ കണ്ടാൽ മതി എന്ന്. എൻ്റെ ഫേസ് കണ്ടിട്ടാണല്ലോ എൻ്റെ അച്ഛനൊക്കെ മരിച്ചു പോയേ. അപ്പോൾ പറയാം, അതൊക്കെ ഈ മണ്ടന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ്, താനിതൊക്കെ എന്തിനാണ് വിശ്വസിക്കുന്നത്, എനിക്ക് തൻ്റെ ഫേസ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവരങ്ങ് കയറിപ്പോന്നു. പ്രതാപനും കരുണയും വരുന്നത് കാത്തിരിക്കുവാണ് മുത്തശ്ശി. അങ്ങനെ വന്നിറങ്ങി എൻ്റെ മോളെ പൊന്നുമോളെ എന്നൊക്കെ വിളിച്ച് കരുണയെ സ്വീകരിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, അപ്പോൾ പ്രതാപൻ പറയുക, മറ്റവൾ അവിടെ ഉണ്ടായിരുന്നു, അവളെ ഒഴിവാക്കി ഞങ്ങളിഞ്ഞു പോന്നു. പിന്നെ അവളുടെ അത്രയും പ്രശ്നമില്ല അവളുടെ തള്ള, അതുകൊണ്ട് അവളുടെ തള്ളയുടെ ഫേസ് കണ്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവളുടെ കാണേണ്ട വന്നില്ലല്ലോ എന്നൊക്കെ പറയുക. മുത്തശ്ശിയാണെങ്കിൽ മോളെ പൊന്നുമോളെ പതുക്കെ കയറുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീകരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എന്നിട്ട് പ്രതാപൻ പറയുവാണ്, മറ്റേ അവനുണ്ടല്ലോ തമ്പുരാൻ, വീൽ ചെയറിലിരിക്കുന്ന തമ്പുരാൻ, അവൻ്റെ ചെറിയ ഒരു ഉപദേശവും പ്രകടനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി പറയുക, അവൻ എന്തോ പറയാനാ, അവൻ എന്തായാലും അധികം താമസിക്കാതെ അവൻ്റെ കാറ്റ് പോവും, അത് ഏകദേശം അടുത്തോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് മുത്തശ്ശി. അങ്ങനെ കരുണയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോവാണ്. ഉണ്ണിക്കുട്ടൻ നാളെ വരും, ഉണ്ണിക്കുട്ടൻ എന്താ വരാത്തെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആ ഉണ്ണിക്കുട്ടൻ നാളെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ചെക്കനാണെങ്കിൽ സാഗറിനെ ഫോണിൽ വിളിച്ച് വീട്ടിൽ വരുത്തിട്ട് പറയുവാണ്, നീ എങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, അവൾക്കൊരു വിഷുക്കോടിയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാണ്. അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, ഞാൻ വിഷുക്കോടി കൊടുത്താലോ? നീ വിഷുക്കോടി കൊടുത്താൽ അവൾ അത് തന്നെയാണ് അന്നത്തെ ദിവസം ഇടുന്നത്, നീ കണ്ണനും അവൾക്കും കൂടെ വാങ്ങിച്ചു കൊടുക്കുക. കണ്ണൻ കൊടുക്കുന്ന പോലൊന്നുമല്ല, അവൾക്ക് നല്ലൊരു സാരിയോ എന്തെങ്കിലും നീ വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് മേഘനാണെങ്കിൽ സാഗറിനെ എരിവ് കയറ്റിയിട്ട് വിഷുക്കോടിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വിടുവാണ് മഹാലക്ഷ്മിയുടെ. പക്ഷേ കോളിംഗ് ബെൽ അടിച്ചിട്ട് ഡോർ തുറക്കുന്നത് മഞ്ജുവാണ്. മഞ്ജു വരുമ്പോഴത്തേനും സാഗർ കണ്ടിട്ട് പറയുവാണ്, എന്തായാലും മേഘനാഥൻ സാറിൻ്റെ കെട്ടാൻ പോകുന്ന പെണ്ണൊരു അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാഗറാണെങ്കിൽ ഇങ്ങനെ മഞ്ജുനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മഞ്ജു വന്ന് ചോദിക്കുക, എന്താ അത് സാറിനെയും മേഡത്തിനെയും കാണണമെന്ന്. അപ്പം മഞ്ജു കളിയാക്കുവാണ്, സാറിനെയാണോ അതോ മേഡത്തിനെയാണോ കാണണ്ടേന്ന്. എന്തായാലും മഹാലക്ഷ്മി അപ്പം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്